ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ റാസൽ ഖൈമയിലുള്ള മനാർ മാളിലേക്കാണ് പോകുന്നത്. ആക്ച്വലി അന്ന് എൻ്റെ സിസ്റ്റർ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ വന്ന് പിക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഐം ഓൺ എ സോളോ ഡേറ്റ്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയാൽ മതിയല്ലോ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യില്ലേ. ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴത്തേക്കും ഒരാളുടെ സൗകര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. നമ്മൾ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതൊരു രസമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ മോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്നൊക്കെ പറയുന്ന അടിപൊളിയാണ്. ആംബിയൻസ് ഒന്നും പറയേ വേണ്ട. ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ട് വിട്ടത്. ആൻഡ് അതൊക്കെയും അടിപൊളിയാണ്. വല്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് കുറേ മോളൊക്കെ, ഇങ്ങനത്തെ വല്ല സെറ്റപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൽ ഇങ്ങനെ നടക്കാനും ഇവിടെ കുറേ നേരം നോക്കി നിൽക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഞാൻ പോയ സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറേ നേരം മാളിൻ്റെ അകത്ത് എ സിയിലും കുറച്ച് നേരം വെയിൽ കൊണ്ട് പുറത്തും അങ്ങനെ ഞാൻ മാനേജ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വ്യൂ അടിപൊളിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിലേക്കൂടെ നടന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ഫിലിപ്പിനോ വുമണിനെ പരിചയപ്പെട്ടു. ആൻഡ് ഷീ ഷെയർഡ് എ സ്റ്റോറി ആൻഡ് ടോൾഡ് ടു മീ. ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ ജീവിതകഥ മുഴുവൻ ഇങ്ങനെ പറയില്ലേ, ആ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആൾക്ക് എന്നുമായിട്ടൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നോടങ്ങനെ പലരും കഥകളൊക്കെ പറയാറുണ്ട്. ഈ കുറച്ച് നേരം ബസ്സിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ലൈഫ് സ്റ്റോറി ഫുള്ള് ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഐ വാസ് ലിറ്ററലി അമേസ്ഡ് ബൈ ദാറ്റ്. എന്തുകൊണ്ടാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണും, എന്താണോ എന്തോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു സാധനമാണ് ബബിൾ ടീ. UAE പോയിട്ട് കേട്ടോ, UAE പോയിട്ട് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ഫസ്റ്റ് ബബിൾ ടീ ട്രൈ ചെയ്യുന്നത്. ആൻഡ് അവിടെ പോയിട്ട് കഴിച്ചതിലും കുടിച്ചതിലും ഒക്കെ നോക്കുമ്പോൾ എന്നെ വൺ ഓഫ് ദി ഫേവറേറ്റ് തിങ്സ് ആയിട്ട് മാറി ബബിൾ ടീ. അവിടെ ഒരു മിൽക്ക് ടീ ഷോപ്പിൽ നിന്ന് ഞാനപ്പോൾ ചോദിച്ച് മേടിച്ച് കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് കുറേ ബബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ച് കുടിക്കാനൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നൂഡിൽസ് വാസ് ഫൈൻ. ആദ്യമൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങി. എന്തായാലും ആ നൂഡിൽസും ബബിൾ ടീ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോയി സെൽഫിയൊക്കെ എടുത്തിട്ട് വന്നു. ആൻഡ് ഐ വാസ് സോ ഫ്രീ അല്ലേ, അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പിന്നെ ഇറങ്ങി. പിന്നെ മടുത്തപ്പോഴത്തേക്കും അകത്ത് AC വന്നിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പോയി. ആൻഡ് അവർ വൈകുന്നേരം വന്ന് എന്നെ പിക്ക് ചെയ്തു. അപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഫോട്ടോസൊക്കെ നല്ലത് കിട്ടി കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ചിലതൊക്കെ നല്ല ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ഒറ്റയ്ക്ക് ഓരോന്നൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന ഒരു സുഖം ഇസ് entirely a different feeling. അപ്പോൾ that was literally a nice day. അപ്പോൾ അത്രയേ ഉള്ളൂ. Thank you for watching, and if you're here for the first time, please don't forget to subscribe.